പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഏതൊരു സ്കൂളിന്റെയും മുഖമുദ്രയാണെന്നും സ്വാമി വിവേകാനന്ദ വിദ്യാലയത്തിലെ പ്രസാദാത്മകമായ അന്തരീക്ഷം മാതൃകാപരമാണെന്നും പാലാ MLA മാണി സി കാപ്പൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. പനക്കപ്പാലം സ്വാമി വിദ്യാലയത്തിന്റെ വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കുട്ടികൾക്ക് വേണ്ടി തോമസ് ആൽവ എഡിസന്റെ ജീവിതകഥയിലെ ഒരധ്യായം പറയാൻ ആഗ്രഹിക്കുക. തോമസ് ആൽവ എഡിസനാണ് ലോകത്തിലാദ്യമായി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. അതിൻ്റെ പ്രദർശന ഉദ്ഘാടനം തീയതി നിശ്ചയിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഈ പ്രദർശനം കാണാനെത്തി. പക്ഷെ അന്ന് പ്രദർശനം നടത്തുന്ന ദിവസം അദ്ദേഹത്തിന് 2 അസിസ്റ്റന്റുമാർ ഈ 2 ബൾബ് ട്രെയിൽ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് വരുന്ന വഴി ആ ട്രേ താട്ടി താഴെപ്പെട്ടു. അതുപോലെ ബൾബ് പൊട്ടിപ്പോയെന്ന് പ്രദർശനം നടത്താൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ നടത്തും. പിറ്റേ ദിവസം ഇതേ അസിസ്റ്റന്റുമാർ തന്നെ ഈ ബൾബുമായി സ്റ്റേജിലേക്ക് വന്നു. ബൾബ് തെളിച്ചു. പ്രദർശനം വിജയകരമായി. അപ്പോൾ ആ സ്റ്റേജിലിരുന്ന് എല്ലാവരും ചോദിച്ചു, അല്ല എഡിസൺ, നിങ്ങൾ എന്തിനാണ് ഇന്നലെ ഈ ബൾബ് പൊട്ടിച്ചവന്മാരെ ഇന്നും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരിലെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും ഞാൻ അവരെ മാറ്റിയിരുന്നെങ്കിൽ. എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പറഞ്ഞു. സ്വാമി വിവേകാനന്ദ വിദ്യാലയം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട് അധ്യക്ഷത വഹിച്ചു. ഗോവ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ IRS ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രിൻസിപ്പൽ വിനോദ് S സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനകുമാർ VN, BVN ഭാരവാഹികളായ ലളിതാംബിക കുഞ്ഞമ്മ, ഉണ്ണികൃഷ്ണൻ N, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേംജി, തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി, വാർഡ് മെമ്പറായ സുധാരഘു, വനജ B, ഇന്ദിര, പ്രമീള, ഹേമ രാജീവ്, വിനോദ് R എന്നിവർ സംസാരിച്ചു. ഗിരിജ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും കരാട്ടെ പ്രദർശനവും യോഗാഭ്യാസവും നടന്നു. i4A ന്യൂസ് പാലാ.